നിലവിലെ വഖഫ് നിയമത്തിലെ 40-ാം സെക്ഷൻ എടുത്തു കളയുന്നതോടെ ഇരുട്ടി വെളുക്കുമ്പോൾ ഏതെങ്കിലും ഭൂമി വഖഫ് ആക്കുന്ന നിർദ്ദയമായ പ്രവൃത്തി ഇനി ഉണ്ടാകില്ലെന്ന ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രഖ്യാപനം കേരളത്തിൽ ക്രൈസ്തവ സംഘടനകൾ പോലും കൈയടിച്ചു വരവേൽക്കുന്നു. ഇതുൾപ്പെടെ വഖഫ് ഭൂമികളിലെ തർക്കമൊഴിവാക്കാനും സുതാര്യത ഉറപ്പാക്കാനുമുള്ള ഭേദഗതിയെ പക്ഷേ പ്രതിപക്ഷം കണ്ണും പൂട്ടി എതിർക്കുന്നു. വഖഫ് എന്ന് കണ്ടെത്തിയാൽ കോടതികളിൽ പോലും ചോദ്യം ചെയ്യാനാവില്ലെന്ന നിയമം തിരുത്തി എഴുതുമ്പോൾ ഊടുവഴിയിലൂടെ മുസ്ലിം സ്വത്തുക്കൾ കൈയടക്കാനുള്ള നീക്കമെന്ന് മുസ്ലിം ലീഗ്. നിലവിലെ നിയമം തുടർന്നാൽ പാർലമെന്റ് മന്ദിരം പോലും വഖഫ് ബോർഡ് വഖഫ് ആക്കുന്നത് നോക്കി നിൽക്കാനേ കഴിയൂ എന്ന് പരിഹാസ രൂപത്തിൽ മന്ത്രി കിരൺ റിജിജു പറയുമ്പോൾ മുനമ്പം ജനതയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. സ്വന്തം ഭൂമിയിൽ അവകാശമുറപ്പിക്കാൻ തുല്യനീതി ഉറപ്പാക്കാൻ പുതിയ നിയമം ഗുണകരമാകുമെന്ന്. മതേതര മനസ്സുകൾ ഒന്നിച്ചനുകൂലിക്കണമെന്ന ക്രൈസ്തവ സംഘടനകളുടെ ആവശ്യം ഇന്ന് രാത്രി കേരള MP-മാർ തള്ളിക്കളയാനിരിക്കെ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വഖഫിൽ തുല്യനീതിയിലേക്കോ രാജ്യം?